ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ, അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ കാരുണ്യത്തിൽ ഒരുമിച്ച് അങ്ങയുടെ സാക്ഷികളാകുവാൻ അവിടുത്തെ പരിശുദ്ധ സഭയെ അവിടുത്തെ പുത്രനിലൂടെ അങ്ങ് ഭൂമിയിലേക്ക് ദാനമായി നൽകിയല്ലോ. ഞങ്ങളുടെ മഹാടവകയെയും CSI സമൂഹത്തെയും ഈ നാളുകളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ദൈവകൃപകളെയും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ കർത്താവേ അവിടുന്ന് അറിയുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധ്യക്ഷനെ, ഞങ്ങളെ നയിക്കുന്ന ഭാരവാഹികളെ, ഞങ്ങളുടെ വൈദിക ശ്രേഷ്ഠരെ, ശുശ്രൂഷകരെ, സഭയെ നയിക്കുന്ന ആത്മായ ശ്രേഷ്ഠരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കട്ടപ്പന സഭാ ജില്ലയുടെ ഈ കൗൺസിൽ സമ്മേളനത്തിൽ അതിന് മുന്നൊരുക്കമായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ വിശുദ്ധ ആരാധനയിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വിളമ്പി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടപ്പന ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വിവിധ സഭകളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ പിതാവേ, അങ്ങ് ഞങ്ങളോട് കനിവുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേതാണ്. അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാണ്. അങ്ങയുടെ വചനം ഞങ്ങളിൽ വസിക്കുമ്പോൾ ഞങ്ങൾ അങ്ങിലും അങ്ങ് ഞങ്ങളിലും വസിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് അങ്ങയുടെ വചനത്തിന് മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം, അങ്ങയുടെ വചനത്തോട് വിശ്വസ്തത പുലർത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഏഴയായ അടിയനെ അങ്ങ് അഭിഷേകം ചെയ്ത് അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തർ ഹൃദയങ്ങളിലെ ധ്യാനവും അവിടുത്തേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കാൻ യേശു മശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ശുശ്രൂഷയിൽ നമുക്ക് അധ്യക്ഷത നമ്മെ നയിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ അഭിവന്യ PS ഫ്രാൻസിസ് തിരുമേനി, ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഇവാഞ്ചലിസ്റ്റ്, ചർച്ച് വർക്കേഴ്സ്, മിഷണറീസ്, ഹെൽപ്പേഴ്സ്, അതുപോലെ പ്രിയ കൊച്ചമ്മമാര്, വിവിധ ജില്ലകളിൽ നിന്ന് സഭകളെ പ്രതിനിധിച്ച് വന്നിരിക്കുന്ന ജില്ലാ കൗൺസിൽ അംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജില്ലയുടെ ഉത്തരവാദിത്വം ഏറ്റതിന് ശേഷം ഒരു കൗൺസില് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശൈശവത്വം ഈ ഒരു സ്ഥാനത്തിന് എനിക്കുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുദ്ധമായ ദൈവവിശ്വാസവും ദൈവഹൃദയത്തിൻ്റെ പ്രതീക്ഷകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് The true religion and the heart of God's requirement എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചിന്തകൾ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനാസ്പദമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മീഖാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുൻപാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ?
എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? Oh man, what is good? And what does the Lord require of you? But to do justice, to love kindness, and to walk humbly with your God. ഇന്നത്തെ ലോകം മത ആചാരങ്ങളുടെ ബഹുലതയിലും ആഘോഷങ്ങളുടെയും ചടങ്ങുകളുടെയും ആചരണത്തിലും ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ വിശ്വാസികൾക്ക് നൽകാൻ കഴിയാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുകയാണ്. മീഖാ പ്രവാചകൻ വിശുദ്ധ വേദപുസ്തകത്തില് 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായി ഹൂ ഈസ് ലൈക്ക് യാഹ്വേ, യഹോവയെ പോലെ ആരുള്ളൂ എന്ന ഒരർത്ഥത്തോടു കൂടിയ പേരിന്റെ ഉടമയായി. മീഖ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്, ഹൂ ഈസ് ലൈക്ക് യാഹ്വേ. ആ പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് അതിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് BC 740-700 കാലഘട്ടങ്ങളിൽ ജോതാം, ആഹാസ്, ഹിസ്കിയ തുടങ്ങിയ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് യെശയ്യാവിൻ്റെയും ഹോശയ്യായുടെയും ആമോസിൻ്റെയും ഒക്കെ സമകാലികനായി ഇസ്രായേലിൽ പ്രവചനം നടത്തിയ ഒരു പ്രവാചകനാണ് മീഖാ പ്രവാചകൻ. ദ ഹാർട്ട് കോർ ഓഫ് റിലീജിയൻ, മതത്തിൻ്റെ, ദൈവബോധത്തിൻ്റെ, ദൈവവിശ്വാസത്തിൻ്റെ ഹൃദയം എന്തായിരിക്കണം, അതിൻ്റെ അന്തരാത്മാവ് എന്തായിരിക്കണം എന്ന് മീഖ ആ ജനത്തെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം അരാജകത്വം, ദൈവത്തോടുള്ള ജനത്തിൻ്റെ മറുതലിപ്പ് പ്രബലമായിരുന്ന ഒരു കാലമാണ്. അനീതി, വിഗ്രഹാരാധന, നേതാക്കന്മാരുടെ അഴിമതി, കറപ്ഷൻ ഓഫ് ദ ലീഡേഴ്സ്, ദരിദ്രരെ ചൂഷണം ചെയ്യുന്ന സമ്പന്നരുടെയും അധികാരവർഗത്തിൻ്റെയും പ്രവണത, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പുവർ, ഇതൊക്കെ വളരെ പ്രാബല്യത്തിൽ നിൽക്കുന്ന ഒരു കാലമാണ് ഈ മീഖാ പ്രവാചകന്റെ കാലഘട്ടം. ജനത്തോട് അവരുടെ അവിശ്വസ്തതയ്ക്ക്, അവരുടെ സർവനാശമാണ് ഈ പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ തകർത്ത് കളയും എന്നുള്ള സന്ദേശമാണ് അവർക്ക് കൊടുക്കുന്നത്. പ്രീ എക്സലിക് പ്രൊഫറ്റ് എന്നുള്ള തലക്കെട്ടിലാണ് ഇവരൊക്കെ വരുന്നത്. അതായത് ജനം ബാബിലോണിലേക്ക്, അസിറിയയിലേക്കൊക്കെ പ്രവാസത്തിന് പോകുന്നതിന് തൊട്ട് മുൻപ് യഹൂദയിലും അതുപോലെ ഇസ്രായേലിലും പ്രവചിക്കുന്നതായിട്ടുള്ള പ്രവാചകന്മാരാണ് യെശയ്യാവ്, ഹോശയ്യ, ആമോസ്, മീഖ. ഈ പ്രവാചകന്മാരൊക്കെ ഇസ്രായേലിന്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ചില സമയം അവർ ദൈവത്തോട് വളരെ അടുത്ത് ജീവിക്കും, ചില സമയം അവർ ദൈവത്തോട് വളരെ അകന്ന്
ഭൗതികമായിട്ടുള്ള മതപരമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മതത്തിൻ്റെ നിലനിൽപ്പിലും മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നീതിയും ന്യായവും മറിച്ചു കളയുന്ന ഒരു ജീവിതം നയിക്കുന്നവരായിരുന്നു കാണാൻ കഴിയും. അപ്പോൾ ജനത്തെ ദൈവഭാഗത്തേക്കും ദൈവസന്നിധിയിലേക്കും വിശ്വാസ സമൂഹത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി വന്നു നിന്ന ആളുകളാണ് ഈ പ്രവാചകന്മാരൊക്കെ എന്ന് നമ്മൾ ഓർക്കണം. ഈ ന്യായവിധിയെക്കുറിച്ചും ജനത്തിന് വരാൻ പോകുന്ന തകർച്ചയെക്കുറിച്ചും പറയുക മാത്രമല്ല പ്രവാചകൻ ചെയ്യുന്നത്, മറിച്ച് അതിനിടയിലും ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, ദ മേഴ്സി ഓഫ് ഗോഡ് ആൻഡ് ദ കമ്മിങ് ഓഫ് ദ മെസ്സിയാനിക് കിങ്, ഒരു മശിഹായെ, ഒരു രക്ഷകനെ ഇവരുടെ വിമോചനത്തിന് വേണ്ടി ദൈവം വയ്ക്കുന്നുണ്ട് എന്നും കൂടെ പറയുന്ന പുസ്തകമാണ് മീഖ 5:2 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതനായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനവും തന്നെ എന്ന് പറയുന്ന പ്രവാചകനെ നമുക്കവിടെ കാണാൻ കഴിയും. തകർച്ചകളുടെയും പരാജയങ്ങളുടെയും നിരാശയുടെയും ഒക്കെ ഒരനുഭവത്തിൽ മാത്രം തീരുന്നതല്ല ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ ദൈവാശ്രയം, മറിച്ച് അവിടെയും പ്രതീക്ഷകളുടെ നാമ്പ് അവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വച്ചിട്ടുണ്ട്. ആ ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു മുള പൊട്ടിപ്പുറപ്പെടുവാൻ തക്കവണ്ണം ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. നമുക്കറിയാം, ഇയ്യോബിന്റെ വചനമാണ്, അത് വെട്ടിയിട്ടാലും അതിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു മുള തളിർത്തു വരും. ഇന്നത്തെ മതസാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഇപ്രകാരമാണ് പ്രിയമുള്ളവരെ. എങ്ങും അവിടെ ഒരു പ്രതീക്ഷയുമില്ല. മതത്തിലോ മത നേതൃത്വത്തിലോ ഒന്നും മനുഷ്യർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന യാതൊരു പ്രതീക്ഷയുമില്ല. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അവരുടെ എക്സ്പെക്ടേഷൻസ്, റോൾ എക്സ്പെക്ടേഷൻസ് വേണ്ടതുപോലെ നിർവഹിക്കാൻ കഴിയാതെ അവർ തപ്പിത്തടയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് രാവിലെയും പത്രം വായിച്ചപ്പോൾ കണ്ട ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ചോദ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. അങ്ങ് ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ യാതൊരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡിലാക്കിയപ്പോൾ ഈ നാട്ടിലെ ബിഷപ്പന്മാര് അവരെന്തുകൊണ്ടാണ് ചില മാധ്യമങ്ങളിൽ മാത്രം ചില സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുന്നത്? ഞാൻ ആ പറഞ്ഞ വ്യക്തിയെ ന്യായീകരിക്കുകയല്ല. ഒരു വശത്ത് യുക്തിവാദം വളരുന്നു, മറ്റൊരു വശത്ത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പെരുക്കുന്നു. മന്ത്രവാദം, ആത്മഹത്യ, മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, കുടുംബ തകർച്ചകൾ, ഡൈവോഴ്സ്, സ്വന്തം ദമ്പതികളെയും ചോരക്കുഞ്ഞുങ്ങളെയും ഞെക്കിക്കൊല്ലാൻ ഒരു മടിയുമില്ലാതെ വണ്ണം നമ്മുടെ സമൂഹം വലിയ തകർച്ച നേരിടുകയാണ്. രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി, അധികാരത്തിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ടി മതങ്ങളെ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, കടം കയറി നാടും വീടും കുടുംബവും എല്ലാം മുടിയുന്നു. മനുഷ്യർ ആത്മഹത്യ ഒന്ന് മാത്രം അവരുടെ മുമ്പിൽ പരിഹാരമായി കാണുന്നു. എത്ര ആത്മഹത്യകളാണ് ഓരോ ദിവസവും നാം കാണുന്നത്. ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ആളുകൾക്ക് യാതൊരു വിഷമവും കൂടാതെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോകാൻ തക്കവണ്ണം ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അപജയപ്പെട്ടിരിക്കുന്നു. യുദ്ധവും ക്ഷാമവും ഭീകരവാദവും എല്ലാം യാതൊരു അതിർവരമ്പുകളും വെക്കാതെ അത് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് കട്ടപ്പന CSI മഹാ ഇടവകയുടെ ഒരു കൗൺസിൽ സമ്മേളനം നമ്മളിവിടെ കൂടുകയാണ്. പ്രിയമുള്ളവരെ, മീഖാ പ്രവാചകൻ 3 കാര്യങ്ങളാണ് ജനത്തോട് പറയുന്നത്. നിങ്ങളുടെ വലിയ കൂട്ടങ്ങളും നിങ്ങളുടെ കൺവെൻഷൻ യോഗങ്ങളും നിങ്ങളുടെ നീണ്ട പാട്ടുകുർബാനകളും ഒന്നുമല്ല ഈ കാലത്ത് ആവശ്യം. ഈ കാലത്ത് ആവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്, ഡു ജസ്റ്റിസ്, ആക്ട് ജസ്റ്റ്ലി. നീതിപൂർവം നീ ജീവിക്കണം. മതമേ, മത നേതൃത്വമേ, സഭകളെ നയിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നീതിയുള്ളവരായിരിക്കണം. അവിടെ നമ്മൾ വായിച്ചു കേട്ടു, നല്ലത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, ന്യായം പ്രവർത്തിക്കണം. ജസ്റ്റിസ് ഈസ് നോട്ട് റിവെഞ്ച് ബട്ട് റെസ്റ്റോറേഷൻ. നിമിഷപ്രിയയുടെ വിമോചനത്തിന് വേണ്ടി
ഈ നാടും ഈ നാട്ടിലെ മതങ്ങളുമൊക്കെ പെടാപ്പാടുപെടുന്ന ഒരു കാലത്ത് മീഖ നമ്മളോട് ചോദിക്കുകയാണ്, എവിടെയാണ് നീതി? ആർക്കാണ് നീതി ലഭിക്കുന്നത്? പ്രത്യേകിച്ച് യശയ്യാപ്രവചനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇതിന് തുല്യമായ വാക്ക് നാം കാണുന്നുണ്ട്. ലേൺ ടു ഡു ഗുഡ്, നന്മ പ്രവർത്തിക്കാൻ നിങ്ങൾ പഠിക്കുക. സീക്ക് ജസ്റ്റിസ്, നീതി അന്വേഷിക്കുക. റെസ്ക്യൂ ദ ഒപ്രസ്ഡ്, തടവിലുള്ളവരെ വിടുവിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഡിഫെൻഡ് ദ ഓർഫൻസ്, അനാഥരെയും വിധവമാരെയും നിങ്ങൾ ചേർത്ത് പിടിക്കുക. ദരിദ്രരോട് ചേർന്ന് നിൽക്ക്. സാധാരണക്കാരന്റെ വേദനകളിൽ നിങ്ങൾ പങ്കാളികളാക്. മീഖ പറയുകയാണ്. ആമോസിന്റെ പ്രവചനത്തിലുണ്ട്, കൊണ്ടുവാ കൊണ്ടുവാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താക്കന്മാരെ നിർബന്ധിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നു, ഭാഷാന്യ പശുക്കളെ എന്നാണ് അവരെ വിളിക്കുന്നത്. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് പ്രവാചകൻ ആ കാലത്ത് ഈ ദർശനം നഷ്ടപ്പെട്ട സമൂഹത്തോട് പറയുകയാണ്. നമ്മൾ അൺപോപ്പുലർ ആയാലും, നമ്മുടെ പേര് പോയാലും, നമ്മുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാലും, ഈ ലോകത്തിൽ ഒന്നുമാകാൻ കഴിഞ്ഞില്ലെങ്കിലും, ലോകം മുഴുവൻ നമ്മളെ കോർണറൈസ് ചെയ്താലും, ന്യായവും നീതിയും ഉയർത്തിപ്പിടിക്കുവാൻ എവിടെ ഒരു ദൈവവൈതലിന് കഴിയുന്നുവോ അവിടെയാണ് യഹോവ ആഗ്രഹിക്കുന്ന ഒരു ഭക്തിയുടെയും ഒരു വിശ്വാസത്തിന്റെ ഉടമയായി ഞാൻ നിങ്ങളും ചെയ്യും. യേശു കർത്താവ് തന്റെ നസ്രേത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കൽ അവൻ്റെ ആത്മാവ്, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, യഹോവയുടെ പ്രസാദ വർഷം യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. ക്രിസ്തുവിൻ്റെ മാതൃക അതായിരുന്നു പ്രിയമുള്ളത്. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ചോദ്യം, ഡു വി turn a blind eye to the oppressed, poor and outcast in our community? നമ്മുടെ സമൂഹത്തിലെ ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ്റെയും അടിച്ചമർത്തപ്പെടുന്നവൻ്റെയും നേരെ കണ്ണടച്ചു നിൽക്കുന്നവരാണോ നമ്മുടെ സഭയും നമ്മളും? ഡു വി സ്പീക്ക് അപ്പ് when we see injustice? അനീതി കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ, തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മീഖ പ്രവാചകൻ പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ന്യായം പ്രവർത്തിക്കണം. God desires a people who live out justice in their daily lives. അത് ഭാര്യയോട് വേണം, അത് കുഞ്ഞുങ്ങളോട് വേണം, കുടുംബത്തോട് വേണം, സഹോദരങ്ങളോട് വേണം, സഹവിശ്വാസികളോട് വേണം, സമൂഹത്തോട് വേണം. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മുടെ ജീവിതം ന്യായമുള്ളതായിരിക്കുവാൻ, ന്യായം പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ഈ കാലത്തിന് കൊള്ളാവുന്ന ഒരു വിശ്വാസ സമൂഹമായി നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയും. രണ്ടാമത് പ്രവാചകൻ പറയുന്നു, ലവ് കൈൻഡ്നസ് ഓർ മെർസി. ചസത്ത് എന്ന ഒരു എബ്രായ പദമാണ് പ്രവാചകൻ ഇവിടെ ഉപയോഗിക്കുന്നത്. കൈൻഡ്നസ് ഈസ് മോർ ദാൻ പൊളൈറ്റ്നസ്. ഇത് വെറും ഒരു എന്താ പറയുന്നത്, ഒരു പൊളൈറ്റ്നസ് കാണിക്കുന്നതല്ല കൈൻഡ്നസ്. ഇറ്റ്സ് എ ഡീപ് ഫെയ്ത്ത്ഫുൾ കമ്പാഷൻ റൂട്ടഡ് ഇൻ ഗോഡ്സ് ഓൺ നേച്ചർ. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ താഴ്മയും വിനയവും ഉള്ളവരാണെന്ന് നടിച്ചു ജീവിക്കുന്ന ഒരു ജീവിതമല്ല പ്രവാചകൻ ഉദ്ദേശിക്കുന്ന ചസദ് എന്ന് പറയുന്നത്. അത് ഹൃദയത്തിൻ്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളെ ക്രിസ്തുവിൻ്റെ അനുകമ്പയാൽ വിശ്വസ്തരാക്കി മാറ്റുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി തീർക്കുന്ന പ്രക്രിയ. നമ്മളിന്ന് വായിച്ച സുവിശേഷ വേദഭാഗം, മുന്തിരിവള്ളിയും കൊമ്പുകളും. കൊമ്പിന് സ്വയമായി നിന്നുകൊണ്ട് ഫലം കായ്ക്കാൻ കഴിയുകയില്ല. കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു.
കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കാനായി അത് ചെത്തി വെടിപ്പാക്കുന്നു എന്നൊക്കെ കർത്താവ് ഫലദായകമായ ജീവിതത്തെ പറ്റി പറയുന്നത് ഈ തരുണത്തിൽ വളരെ പ്രസ്താവ്യമാണ്. മേഴ്സി ഇൻ ആക്ഷൻ, പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന അനുകമ്പയും കാരുണ്യവുമാണ് പ്രവാചകൻ അവരോട് ആവശ്യപ്പെടുന്നത്. ഫോർഗീവിങ്, എംബ്രേസിങ് ആൻഡ് കെയറിങ് ഔട്ട്, ക്ഷമിക്കുവാൻ കഴിയണം. നമ്മളോട് മോശമായി ഇടപെടുന്നവരോട് പോലും മാന്യമായി തിരിച്ചിടപെടുവാൻ സഭയ്ക്ക് കഴിയണം, സമൂഹത്തിന് കഴിയണം. എങ്കിൽ മാത്രമേ അവരെ നേടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ചങ്കിലേക്ക് കാരിരുമ്പ്, കരങ്ങളിലേക്ക് കാരിരുമ്പാണി കുത്തിത്തുളയ്ക്കുമ്പോഴും ചങ്കിലേക്ക് കുന്തമുനകൾ കുത്തിക്കയറ്റുമ്പോഴും രക്തം തുള്ളി തുള്ളിയായി വെള്ളവും രക്തവുമായി പുറത്തോട്ട് പോകുമ്പോഴും ക്രിസ്തുവിന് പറയുവാനുണ്ടായിരുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമാണ്. ലൂക്കോസ് സുവിശേഷം 10 നല്ല ശമരിയക്കാരൻ്റെ ഉപമ നമ്മൾ വായിക്കുന്നു. ഒരു ലേവ്യനോ ഒരു പുരോഹിതനോ കഴിയാതെ പോയത് ശത്രുവായ ശമരിയക്കാരന് കഴിയുന്നു. അവൻ ആ അർത്ഥപ്രാണനായി കിടക്കുന്ന യഹൂദന് വേണ്ടി അവൻ്റെ കരം നീട്ടുന്നു, അവനുള്ളതെല്ലാം കൊടുക്കുന്നു, ബാക്കി വന്നു കൊടുത്തുകൊള്ളാമെന്ന് പറയുന്നു. പ്രവാചകൻ പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ന്യായം പ്രവർത്തിക്കുക മാത്രമല്ല, ദയാതൽപരനായിരിക്കുവാനും നിനക്ക് കഴിയണം. God's action towards Israel was repeatedly full of chasad despite their failure. ഇസ്രായേൽ ഇങ്ങനെ വീഴുമ്പോഴും തെറ്റുമ്പോഴും ഇസ്രായേൽ അധപ്പതിക്കുമ്പോഴും എല്ലാം ദൈവത്തിന് ഇസ്രായേലിനോട് തോന്നുന്ന അനുകമ്പ, ഇസ്രായേലിനോട് ദയ വീണ്ടും വീണ്ടും എന്താ പറയുന്നത്, ഹോശേയ നമ്മൾ വായിക്കുന്നുണ്ട്, വേശ്യാസ്ത്രീയായ ഭാര്യയെ വീണ്ടും ചേർത്ത് നിർത്തുവാനായിട്ട് പ്രവാചകനോട് പറയുന്നു ദൈവം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം പറയുന്നത്. ഈ അനുകമ്പയും ക്ഷമയും കരുണയും നമ്മുടെ ഹൃദയങ്ങളിൽ വളർത്തിയെടുക്കുവാൻ കഴിയാതെ ഇന്നിൻ്റെ ഒരു മാതൃകയായും ഇന്നിൻ്റെ ഒരു പ്രതീക്ഷയായും ഒരു സഭയ്ക്കും ഒരു മതത്തിനും നിലനിൽക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത്, വി ആർ നോൺ ആസ് മെർസിഫുൾ പീപ്പിൾ. നമ്മളെ കരുണയുള്ള ജനമെന്ന് പറയുന്നുണ്ടോ? ആ പള്ളി ദേശത്തെ സാധുക്കൾക്കും ദരിദ്രർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണെന്ന് നമ്മുടെ സഭകളെക്കുറിച്ച് പറയുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഹൗ ഡു വി ട്രീറ്റ് ദോസ് ഹു ഡിസഗ്രീ വിത്ത് us? നമ്മളോട് എതിർക്കുന്നവരോട് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് ഇടപെടുന്നത്? God requires we not just do mercy but to love mercy. കുറെ കാരുണ്യം ചെയ്യുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, കാരുണ്യം സ്നേഹിക്കുന്നവരായിത്തീരാൻ, ദയാതൽപരനായിത്തീരാൻ. ലവ് മെർസി, ലവ് കൈൻഡ്നസ്. മൂന്നാമത് അവിടെ പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നത്? വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗോഡ്. നിന്റെ ദൈവത്തോട് ചേർന്ന് താഴ്മയിൽ നടക്കുവാനാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡെയിലി ഹോണസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അനുദിനം ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയിലും തിരുവചന ധ്യാനത്തിലും ഒരു മനുഷ്യനായിത്തീരുമ്പോൾ മാത്രമേ അവന് ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പഴയ നിയമത്തിൽ ചില മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവരൊക്കെ ദൈവത്തോട് ചേർന്ന് നടന്നവരാണ്. ഹാനോക്ക്, അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു, അവനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുവന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ആർ വി വാക്കിംഗ് ഹംബ്ലി വിത്ത് ഗോഡ്? ദൈവത്തോട് ചേർന്ന് താഴ്മയിൽ നടക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്ക്കാൻ കഴിയും. അച്ഛന്മാരും ഉപദേശിമാരും ഒക്കെ ഉണ്ട്. എത്ര സമയം നമ്മുടെ പേഴ്സണൽ ടൈം നമ്മൾ ദൈവത്തോട് ചേർന്ന് ചിലവഴിക്കുന്നുണ്ട്? എത്രമാത്രം നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ദൈവവുമായി ചിലവഴിക്കാൻ കഴിയും? ഒരുപാട് തിരക്കുകളാണ്, ഉത്തരവാദിത്വങ്ങളാണ്, ഒരുപാട് ഡ്യൂട്ടികൾ ഈ ദൈവവേലക്കാരുടെ മേൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഹൗ മച്ച് ടൈം ഹി സ്പെൻഡ്? കൗൺസിൽ അംഗങ്ങളായിരിക്കും, കൈക്കാരന്മാരായിരിക്കുന്നവർ എത്ര നേരം വേദപുസ്തകം വായിച്ചിട്ടാണ് പള്ളിയിൽ പോയി ബൈബിൾ എടുത്ത് വായിക്കുന്നത്? പല കൈക്കാരന്മാരും എനിക്കറിയാം, പള്ളിയിൽ ചെന്നതിന് ശേഷമാണ് ഏത് പാഠമാണെന്ന് പോലും അവർ തിരിച്ചറിയും.
അങ്ങനെ പോരാ പ്രിയമുള്ളവരെ, നമ്മൾ തകർന്നു പോകും. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, എനിക്ക് സഹിക്കാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. ഈ ജനത്തിൻ്റെ ആരാധന, ഈ ജനത്തിൻ്റെ ആഘോഷവും കൺവെൻഷനും ഇതിൻ്റെ പെരുന്നാളും ഒന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അവർ ന്യായവും നീതിയും മറിച്ചു കളയുകയാണ്. അവരിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ല. മറിച്ച് അവർ ആഘോഷങ്ങളിലാണ്. 1000 തൈലനദി ആറ്റുപറ്റന്മാര് 10,000 തൈലനദി കൊണ്ട് അവരെന്നെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനതൊന്നുമല്ല ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർ 2-ാം അധ്യായം നമ്മൾ വായിച്ചു. ക്രിസ്തുവിൻ്റെ താഴ്മ ധരിക്കാൻ കഴിയണം. ദൈവ സാദൃശ്യത്തിലിരിക്കുക, ദൈവമഹത്വം വേണ്ടെന്ന് വെച്ച് ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ഒരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് സഭ, ക്രൈസ്തവ സമൂഹം. എന്നിട്ട് എവിടെയാണ് ക്രൈസ്തവ സമൂഹത്തിന് താഴ്മയും വിനയവും ഉള്ളത്? താഴ്മയുള്ളവരുടെ കടാക്ഷിക്കുന്ന ഒരു ദൈവം, തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമാണ് എന്നൊക്കെ പ്രസംഗിക്കും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. God is not looking our outward shows. നമ്മുടെ ഈ ഷോ ഒന്നും അല്ല ദൈവം കാണുന്നത്. യൂട്യൂബിൽ എനിക്ക് എത്ര ലൈക്സ് ഉണ്ടെന്നും എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതല്ല കർത്താവ് നോക്കും. ഇന്നിപ്പോൾ അതൊക്കെയാണ് ട്രെൻഡ്. ഞാൻ ഏത് വലിയ കാറേ നടക്കുന്നു എന്നുള്ളതാണ് ആളുകൾ നോക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു അതൊന്നുമല്ല. തമ്പുരാൻ എൻ്റെ പുറമെയുള്ളതൊന്നുമല്ല നോക്കുന്നത്, എൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള ആഴമായ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ ജനത്തോടുള്ള എൻ്റെ ആർദ്രമായ ഇടപെടലുകൾ എങ്ങനെയുണ്ടെന്നാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, തകർച്ച വരുമ്പോൾ ഓടിപ്പോകുന്നവരാണോ ഞാൻ നിങ്ങൾ? നമുക്കെങ്ങനെ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയാതിരിക്കാൻ കഴിയും? ദൈവം നമ്മുടെ പുറമേയുള്ള മോടികളെ നോക്കുന്ന ദൈവമല്ല. കിണ്ടികിണ്ണങ്ങളുടെ പുറം അല്ല വെടിപ്പാക്കേണ്ടത്, അകം വെടിപ്പാക്കണം. അവരെ കണ്ടാൽ അവരുടെ പുറം മനോഹരമായി വെള്ള തേച്ച് പൂശിയ ശവക്കല്ലറുകളായിരിക്കുകയാണ്, അകം അഴുകി നാറുകയാണ്. പ്രവാചകൻ പറയുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കും. ഡു ജസ്റ്റിസ്, ലവ് മേഴ്സി, വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗോഡ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് ശോധന ചെയ്യാൻ പ്രിയമുള്ളവരെ. നീതി പ്രശ്നങ്ങളിൽ, വേദനിക്കുന്നവൻ്റെ പ്രശ്നങ്ങളിൽ, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ വേദനകളിൽ എത്രമാത്രം നമുക്ക് പങ്കാളികളാകാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കംഫർട്ടിനേക്കാൾ, നമ്മുടെ നേട്ടങ്ങളെക്കാൾ, നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കാൾ നാം എത്രമാത്രം നീതിയുടെ വഴിയിൽ നിൽക്കുന്നവരാണ്? ആർ വി ലവിങ് മേഴ്സി? നമുക്ക് ഈ ദയാതൽപരരായിരിക്കാൻ, ദയയെ സ്നേഹിക്കാൻ, കാരുണ്യത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിനെ പോലെ ആയിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? Are we walking humbly? Are we marching pride? നാം അഹങ്കാരത്തോടെ നീങ്ങുന്നവരാണോ? ധാർഷ്ട്യത്തോടെ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുന്നവരാണോ? അതോ താഴ്മയുടെയും വിനയത്തിൻ്റെയും ഭാവം ഏറ്റെടുക്കുന്നവരാണോ? CSI സഭയ്ക്ക് ഒരു പുതിയ മോഡറേറ്റർ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് മെസ്സേജ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓർക്കുകയായിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്ത് വന്നു. വളരെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള വചനം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആ സ്പിരിറ്റ്, ആത്മാവെന്ന് പറയും. അദ്ദേഹം ഒരു പട്ടക്കാരനായപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രസംഗം ഈ നാളുകളിൽ വൈറലായിട്ട് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നീ ഒരു പട്ടക്കാരനായാൽ ആരുടെയും മുമ്പിൽ നീ കൈ നീട്ടരുത്, നീ ഒരു ബെഗ്ഗറാകരുത്, നീ ഒരു യാചകനാകരുത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. നിന്നെ ഒരു യാചകനായി കണ്ടാൽ, രണ്ടാമത് പറയുന്നു, നീ ഒരു ബെഗ്ഗറാകുക മാത്രമല്ല, നീ ഒരു റോബറാകരുത്, നീ ഒരു കള്ളനാകരുത്. യു ഷുഡ് നോട്ട് സ്റ്റീൽ ദ ഗോഡ്സ് മണി. ദൈവത്തിൻ്റെ പണം നീ മോഷ്ടിക്കരുത്. നീ അങ്ങനെ മോഷ്ടിച്ചിട്ട് ഒരിക്കലും എൻ്റെ ശരീരം അടക്കാൻ
എൻ്റെ ഫ്യൂണറലിൽ വന്ന് എൻ്റെ ശരീരം നീ അടക്കരുത്. ഒരു കൊച്ചു പട്ടക്കാരനെ ഒരമ്മ ഈ ഉപദേശത്തോടെ സഭയ്ക്ക് കൊടുത്ത മനുഷ്യനെ ദൈവം ഇന്ന് CSI സഭയുടെ പരമാധ്യക്ഷനാക്കിയേക്കാം. നാം അനുഗ്രഹിക്കപ്പെട്ട ജനമായി തീരട്ടെ. പക്ഷേ നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കുറേ പുറമോടികളും കുറേ ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒന്നുമല്ല പ്രിയമുള്ളത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു നീതി പ്രവർത്തിക്കുന്നവരായി, ന്യായതൽപരരായി, ദൈവത്തോട് ചേർന്ന് താഴ്മയിൽ ജീവിക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് സകല ബഹുമാനവും മഹത്വവും തേജസ്സും കാലാവസ്ഥാനം കൂടാതിരിക്കുമാറാകട്ടെ.